KPCC നേതൃയോഗത്തിലും അസ്വാരസ്യം. MP-മാർക്കും മുതിർന്ന നേതാക്കൾക്കും മത്സരിക്കണമെന്ന ആവശ്യത്തിൽ തർക്കം രൂക്ഷം. മത്സരത്തിനൊരുങ്ങി അടൂർ പ്രകാശ് മുതൽ K. സുധാകരൻ വരെയുള്ള നേതാക്കൾ. MP-മാരുടെ കാര്യത്തിൽ ചർച്ച അനാവശ്യമെന്നാണ് VD സതീശന്റെ വാദം. നിയമസഭയിൽ അമിത ആത്മവിശ്വാസം വേണ്ടെന്നും പുതിയ പദ്ധതി തയ്യാറാക്കണമെന്നും കനകോലുവിന്റെ റിപ്പോർട്ട്. കനകോലുവിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിക്കുകയാണ് വയനാട് KPCC നേതൃക്യാമ്പിന്റെ ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം കണ്ട് നിയമസഭയിൽ അമിത ആത്മവിശ്വാസം വേണ്ടെന്നും പുതിയ പദ്ധതി തയ്യാറാക്കണമെന്നുമാണ് കനകോലുവിന്റെ റിപ്പോർട്ട്. സർക്കാരിന്റെ വിലയിരുത്തൽ പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകും. വിവാദങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കനകോലുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതിനാൽ UDF തിരിച്ചുവരികയാണെന്ന പ്രതീതി ഉണ്ടാക്കുക, മാധ്യമങ്ങളിൽ ഇതിനായുള്ള അജണ്ട സെറ്റ് ചെയ്യണമെന്നും കനകോലു മുതിർന്ന നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. പക്ഷേ ഐക്യം ലക്ഷ്യമിട്ട ലക്ഷ്യ ക്യാമ്പിലും നേതാക്കൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാണ്. MP-മാർക്കും മുതിർന്ന നേതാക്കൾക്കും മത്സരിക്കണമെന്ന ആവശ്യത്തിലാണ് പ്രധാനപ്പെട്ട തർക്കം. മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച് 10-ലധികം MP-മാർ കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചു കഴിഞ്ഞു. മത്സരിക്കാനൊരുങ്ങി അടൂർ പ്രകാശ് മുതൽ സുധാകരൻ വരെയുള്ള നേതാക്കൾ രംഗത്തുണ്ട്. അടൂർ പ്രകാശിന് കോന്നിയിൽ വീണ്ടും മത്സരിക്കണം. KPCC അധ്യക്ഷ പദവി നഷ്ടമായ ആന്റോ ആന്റണിക്ക് നിയമസഭയിൽ മത്സരിച്ച് അധികാരം കിട്ടിയാൽ മന്ത്രിയാകണം. മുൻ KPCC അധ്യക്ഷൻ സുധാകരനും ഇതേ മോഹം നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞു. ഈ തർക്കത്തിന് ഒപ്പമാണ് മുല്ലപ്പള്ളി, MM ഹസൻ, KC ജോസഫ്, PJ കുര്യൻ അടക്കമുള്ള നേതാക്കളുടെ മത്സരമോഹം. എന്നാൽ ഇത്തരം ചർച്ചകൾ അനാവശ്യമെന്നാണ് VD സതീശന്റെ നിലപാട്. ഇത് AICC ഇടപെട്ട് അവസാനിപ്പിക്കണമെന്നും സതീശൻ ആവശ്യപ്പെടുന്നു. പക്ഷേ പാർട്ടിയിലെ കേരളത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ ഇതുവരെ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.